നമസ്കാരം. ഫുട്ബോൾ പേര് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്കെല്ലാവർക്കും അറിയാം ചാമ്പ്യൻസ് ലീഗ് ഡ്രോ ഇന്നലെ നടന്നിരുന്നു. സോ നമ്മൾ അതിനെക്കുറിച്ച് ലൈവ് ഡിസ്കഷൻസ് എല്ലാം നടത്തി. സോ അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോയിലോട്ട് കിടക്കുന്നില്ല. ബട്ട് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് എല്ലാവരും പ്രതീക്ഷിച്ച ആ മത്സരം തന്നെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൊണോക്കോ ബെൻഫിക്ക ഞാൻ ഈഗർലി നോക്കിക്കുന്ന മറ്റൊരു മത്സരമാണ്. വേറെ കുറേ ഫിക്സ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കാം. ബയൺ മ്യൂണിക്ക് സെൽറ്റിക്കിനെ നേരിടുന്നത്, യുവന്റസിനെ നേരിടേണ്ടത് PSVനെയാണ്, ഫെയ്നൂർഡ് വേഴ്സസ് മിലാൻ. സോ കുറേ ഇൻട്രസ്റ്റിംഗ് ആയ മാച്ചുകൾ നടക്കുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. സോ നമുക്കാണെങ്കിൽ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് തുടങ്ങാം. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ വിൻഡോയിൽ അപ്ഡേറ്റ് ആഫ്റ്റർ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ മത്തേസ് ടെല്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. മത്തേസ് ടെൽ ഡീലിൽ നിന്ന് അതായത് ടോട്ടനാം 60 മില്യൺ യൂറോസിൻ്റെ ഒരു ബിഡ് വിട്ടിരുന്നു. അതാണെങ്കിൽ ബയൺ മ്യൂണിക്ക് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ മത്തേസ് ടെല്ല് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പേഴ്സണൽ ടൈംസ് പറ്റുമൊക്കെ ഡാനിയൽ ലെവി മ്യൂണിക്കിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് പിടിച്ചു പോയി പ്ലെയറിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കാര്യം നടന്നില്ല. ടോട്ടനാം അവരുടെ പ്രോജക്റ്റ് ഫ്രണ്ട് വെച്ചു. പക്ഷേ ഒട്ടും താല്പര്യമില്ലായിരുന്നു. മത്തേസ് ടെല്ല് റിജക്ട് ചെയ്തു. സോ പുള്ളിക്ക് താല്പര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് നീങ്ങാനായിട്ടാണ് എല്ലാ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ചില സോഴ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെൽസിയും ആർസണലും എല്ലാം ഈ പ്ലെയറിൽ ഇൻട്രസ്റ്റഡ് ആണ്. ബട്ട് പുള്ളിയുടെ പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെന്ന് കേൾക്കുന്നുണ്ട്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അപ്കമിംഗ് ഡേയ്സിൽ, അതായത് ഫെബ്രുവരി 3 തിങ്കളാഴ്ചയാണ് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആവുന്നത്. സോ അതിന് മുമ്പ് ചിലപ്പം ഒരു പ്രൊപ്പോസൽ എങ്ങനെയും സെറ്റ് ചെയ്ത് കൊടുക്കും. ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ ആയിട്ടായിരിക്കും ബയണിനെ സമീപിക്കുമെന്ന് കേൾക്കുന്നു. ബയൺ മ്യൂണിക്കിന് പ്രിഫറബിളി സെല് ചെയ്യാനാണ് താല്പര്യമെന്ന് കേൾക്കുന്നു. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. എന്തായാലും ആ ഡീൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. സോ ആ ഡീൽ നടക്കണമെങ്കിൽ ചിലപ്പം ഒന്നെങ്കിൽ റാഷ്ഫോർഡ് ഡീലോ അല്ലെങ്കിൽ നാപ്പോളിയിലോട്ട് നമ്മുടെ ഗർണാച്ചോയെ പോകേണ്ട ഒരു ആവശ്യം ഇപ്പോഴത്തെ സിറ്റുവേഷനിലുണ്ട്. സോ ഗർണാച്ചോയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ടോട്ടനാം ചിലപ്പം ഗർണാച്ചോയുടെ മുമ്പിൽ ട്രാൻസ്ഫർ വിൻഡോ എൻഡ് ആവുന്നതിന് മുമ്പ് ഒരു പ്രൊപ്പോസൽ വിട്ടേക്കാം എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഫുട് മെർക്കാട്ടോ എന്നും മറ്റുമൊക്കെ. ഇപ്പം മത്തേസ് ടെല്ല് പോയ സ്ഥിതിക്ക്, ആ ഡീൽ നടക്കാത്ത സ്ഥിതിക്ക് മേ ബി ഗർണാച്ചോനെ ഒന്ന് സമീപിച്ചേക്കാം ഫോർ എ പ്രൊപ്പോസൽ എന്ന് കേൾക്കുന്നുണ്ട്. ബട്ട് നടക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നില്ല ഗർണാച്ചോക്ക് ചെൽസി താല്പര്യം ഉണ്ടെന്ന് കേട്ടിരുന്നു. ബട്ട് ടോട്ടനാമിലോട്ട് ഗർണാച്ചോ പോകുന്നു എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. സോ ഗർണാച്ചോനെ സെയിൽ നടന്നാൽ മേ ബി യുണൈറ്റഡ് 1-2 ട്രാൻസ്ഫേഴ്സ് പുള്ളി ചെയ്യാനായിട്ട് സാധിക്കും. സോ യുണൈറ്റഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോഴേക്കും ബെൻഫീക്കയിലോട്ട് മലാസിയ ഒരു ലോൺ പ്രപ്പോസൽ ബെൻഫീക്ക മലാസിയയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. സോ മാൻ യുണൈറ്റഡ് അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ജിയോവാനി ക്വെൻഡ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, സ്പോർട്ടിങ്ങിന്റെ എക്സാക്റ്റിംഗ് റൈറ്റ് വിങ് ബാക്ക് ആണ്. പോർച്ചുഗീസ് ഇന്റർനാഷണൽ, വെറും 17 വയസ്സേ ഉള്ളൂ. സ്റ്റാർട്ടറാണ് ആ ടീമിൽ. സോ റൂബൻ അമോറിമിന് ഒരു പേഴ്സണലി എന്താ പറയുക, ഒരു ജെന്റിൽമെൻസ് അഗ്രിമെന്റ് ഉണ്ട്. ഈ വിന്റർ വിൻഡോയിൽ സ്പോർട്ടിങ്ങിന് താൻ ഒരു പ്ലേയേഴ്സിനെയും എത്തിക്കത്തില്ല എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെയാണ് സമ്മറിലോട്ട് വരുമ്പോഴേക്കും പല സ്പോർട്ടിംഗ് പ്ലേയേഴ്സും യുണൈറ്റഡിൽ എത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. ഗ്യോക്കറസ് ടു യുണൈറ്റഡ് വിൽ ഹാപ്പൻ എന്നുള്ള രീതിയിലാണ് എല്ലാ സോഴ്സുകളിൽ നിന്നും നമുക്ക് തോന്നുന്നത്. ബട്ട് റീസെന്റ് ആൾ ചെൽസിനെയും കോൾ പാൽമറിനെയും ഫോളോ ചെയ്യാൻ തുടങ്ങി ഫാബ്രിസോ റിപ്പോർട്ട് ചെയ്തു. സോ അതിന് പിന്നിൽ എന്തെങ്കിലും എന്തോന്നറിയില്ല. ബട്ട് ജിയോവാനി ക്വെൻഡ ഈ 17 വയസ്സുകാരൻ്റെ കാര്യത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സീരിയസ്ലി പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെന്നാണ് ഡേവിഡ് ഓൺസ്റ്റീനും അതുപോലെ തന്നെ എബോള, നമുക്കറിയാം ലിസ്ബൺ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ. സോ ഇവരുടെ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്തത് 40 മില്യൺ യൂറോസിന്റെ ഒരു ബിഡ് ക്വെൻഡയ്ക്ക് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. എബോള റിപ്പോർട്ട് ചെയ്തത് എന്നാന്ന് വെച്ചാൽ 50 മില്യൺ പൗണ്ടിന് ഒരു പേഴ്സണൽ എന്താ പറയുക, ഇന്റേണലി എന്താ പറയുക, ഒരു ജെന്റിൽമെൻസ് അഗ്രിമെന്റ് ഇവർക്കിടയിൽ, അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സ്പോർട്ടിങ്ങിനിടയിൽ ഓൾറെഡി എത്തിയിട്ടുണ്ടെന്നും സമ്മറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എക്സിക്യൂട്ട് ചെയ്യുമെന്നുമാണ് എബോള റിപ്പോർട്ട് ചെയ്തത്. ബട്ട് ഡേവിഡ് ഓൺസ്റ്റീൻ പറയുന്നത് ഇതുവരെ ഒഫീഷ്യലി ഒന്നും അഗ്രി ചെയ്തിട്ടില്ല. ബട്ട് ഒരു 40 മില്യൻ്റെ പ്രപ്പോസൽ യുണൈറ്റഡ് റെഡി ആക്കുവാണ്. ഈ വിൻഡോയിലല്ല, സമ്മറിലേക്ക് കൊണ്ടുവരാനായിട്ട്. സോ നെക്സ്റ്റ് 6 മന്ത്സിൽ ക്വെൻഡ ഡീൽ പുള്ളി ചെയ്യാനായിട്ടായിരിക്കും മാൻ യുണൈറ്റഡ് നോക്കുക. സോ പാട്രിക് ഡോർഗു ഇന്ന് ഒഫീഷ്യലി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് മേ ബി ഇന്ന് അനൗൺസ്മെന്റ് വരുമെന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലെഫ്റ്റ് വിങ് ബാക്ക് പാട്രിക് ഡോർഗു, റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് പുള്ളിയുടെ സെലക്ഷൻ ക്വെൻഡയാണെന്നാണ് കേൾക്കുന്നത്. സോ ഈ ഡീലിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അതുപോലെ തന്നെ ഈ ക്വെൻഡയിൽ നിൽക്കുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഒരു പ്ലെയറിന്റെ കാര്യമുണ്ട്. സോ സ്റ്റുട്ട്ഗാർട്ടിലാണെങ്കിൽ ഇപ്പം കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ട്, എൽ ബിലാൽ ടോറെ എന്ന് പറയുന്നത്. സോ താരത്തെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ മാലി ഇന്റർനാഷണൽ ആണ്. അറ്റലാന്റയിൽ നിന്നും ലോണിലാണ് ഇപ്പോൾ സ്റ്റുട്ട്ഗാർട്ടിൽ കളിക്കുന്നത്. സോ ഈ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ താരത്തിനെ സമ്മറിലായിരിക്കും എത്തിക്കാൻ പോവുക. പക്ഷേ ചിലപ്പം ഈ വിൻഡോയിൽ തന്നെ ഒരു പ്രീ അഗ്രിമെന്റ് എത്തിയേക്കാമെന്ന് കേൾക്കുന്നു. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ 25 മില്യൺ യൂറോസിന്റെ ഒരു പ്രൊപ്പോസലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സ്ട്രൈക്കറിന് വേണ്ടി റെഡി ആക്കണമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ആൻഡ് ഇപ്പൊ അറ്റലാന്റയിൽ നിന്ന് ലോണിലാണ് സ്റ്റുട്ട്ഗാർട്ടിൽ കളിക്കുന്നത്. സ്റ്റുട്ട്ഗാർട്ടിന് ബൈ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് അവർ എക്സിക്യൂട്ട് ചെയ്യും. അതാണെങ്കിൽ അറൗണ്ട് 20 മില്യന് താഴെ ഒരു പ്രൈസാണ്. സോ അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം 25 മില്യനും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് മറിച്ച് വയ്ക്കുമെന്നും എന്നിട്ട് അടുത്ത 6 മാസം, അതായത് ഈ മേ ബി ഫെബ്രുവരി 3 മുമ്പ് ചിലപ്പോൾ ആ ഡീൽ ഫൈനലൈസ് ചെയ്തതിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടുത്ത 6 മാസത്തേക്ക് സ്റ്റുട്ട്ഗാർട്ടിന് പ്ലെയറിനെ ലോണിന് വിടുമെന്നുമാണ് ഈ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ബട്ട് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമാണ്. കാരണം ഇത്ര FFP ഇഷ്യൂസ് നിൽക്കുന്ന സമയത്ത്
എനിക്ക് തോന്നുന്നില്ല അവരാണെങ്കിൽ ഈ ഒരു ഡീൽ 25 മില്യൺ ഇപ്പം പേ ചെയ്തിട്ട് നെക്സ്റ്റ് 6 മന്ത്സ് ലോണിന് വിട്ട് ഒരല്പം താഴെ പോകുന്ന ഒരു സംഭവമാണ്. സോ മേ ബി സമ്മർ വിൻഡോയിലോട്ട് വരുമ്പോഴേക്കും ചിലപ്പോൾ ഒരു ബാക്കപ്പ് സ്ട്രൈക്കറായിട്ട് കൊണ്ടുവരായിരിക്കും. സോ താരത്തെക്കുറിച്ച് പറയാനായിട്ടാണ് 23 വയസ്സാണ്, മാലി ഇന്റർനാഷണൽ ആണ്. ലീഗിൽ ബുണ്ടസ് ലീഗിൽ 9 കളിയിൽ നിന്ന് 2 ഗോളും ചാമ്പ്യൻസ് ലീഗിൽ 4 കളിയിൽ നിന്ന് 1 ഗോളുമാണ് താരം സ്കോർ ചെയ്തത്. സോ അന്യായ ഗോൾ സ്കോറിംഗ് ഫോമിലാണ്, അങ്ങനെയൊന്നും പറയുന്നില്ല. ബട്ട് എക്സൈറ്റിംഗ് പ്രോസ്പെക്റ്റ് ആണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഡീൽ പുള്ളി ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ നമുക്കൊരു ന്യൂസോടെ പറയാനുണ്ട്, നിക്കോ ഗോൺസാലസ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ബാർസലോണയിൽ നിന്ന്, ബാർസലോണയുടെ അക്കാഡമി പ്രോഡക്റ്റ് ആണ്, ലാമാസിയ പ്രോഡക്റ്റ് ആണ്. അവിടെ നിന്ന് പോർട്ടോയിലോട്ട് ബാർസലോണ വിട്ടിരുന്നു ഈ താരത്തിന്. സോ ചാവിയുടെ അണ്ടറൊക്കെ ആൾ കുറച്ച് നാൾ കളിച്ചതാണ്. സോ നിക്കോ ഗോൺസാലസിൽ മാഞ്ചസ്റ്റർ സിറ്റി സീരിയസ്ലി പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താരത്തിന് 60 മില്യൺ യൂറോസിന്റെ ഒരു റിലീസ് ക്ലോസ് ഉണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി അതിന് താഴെ ഒരു ബിഡാണ് വിടാനായിട്ട് പോകുന്നത്. സോ മാഞ്ചസ്റ്റർ സിറ്റി നമുക്കറിയാം ഡഗ്ലസ് ലൂയിസ് ഡീൽ ഡിസ്കസ് ചെയ്തിരുന്നു. നിക്കോളോ റൊവെല്ലയുടെ പേര് കേട്ടിരുന്നു. ക്യാമ്പിയാസോയിൽ അവർ മേ ബി അപ്കമിങ് ഡേയ്സിൽ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പ്രൊപ്പോസൽ ചെല്ലുമെന്ന് കേൾക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെയാണ് മിഡ്ഫീൽഡിൽ നിക്കോ ഗോൺസാലസിന് വേണ്ടി അവർ നീക്കം തുടങ്ങിയിട്ടുണ്ട്. 60 മില്യന്റെ റിലീസ് ക്ലോസ് എക്സിക്യൂട്ട് ചെയ്യുമോ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. പക്ഷേ ബാർസലോണയ്ക്ക് ഇതിലൊരു ഗുണമെന്ന് പറഞ്ഞാൽ ബാർസലോണയ്ക്ക് 40% സെല്ലോൺ ക്ലോസ് ഉണ്ട്. സോ 60 മില്യന് ഇവർ വാങ്ങിക്കുവാണെങ്കിൽ 24 മില്യൺ ബാർസലോണയ്ക്ക് കിട്ടും. സൗണ്ടിന് സോറി, ഞാൻ പലതവണ ഇപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്, ഈ ഭയങ്കര സൗണ്ടാണ്. ഒരു 3-4 ദിവസം കാണും, സോറി ഫോർ ദാറ്റ്. സോ ഈ ഒരു സംഭവത്തിലോട്ട് പറയാനായിട്ടാണെങ്കിൽ ഈ ഒരു ഡീല് നടക്കുവാണെങ്കിൽ ചിലപ്പോൾ മാർക്കസ് റാഷ്ഫോർഡ് ഡീലിലോട്ട് ബാർസ എൻ്റർ ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മാർക്കസ് റാഷ്ഫോർഡിന് ബാർസലോണയ്ക്ക് വേണ്ട എന്നൊരു ഡിസിഷൻ എടുത്തതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെ രാത്രിയിലൊക്കെ ഇന്ത്യൻ സമയം രാത്രിയൊക്കെ ആയപ്പം വാർത്തകൾ വന്നിരുന്നു. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലാസ്റ്റ് ബാർസയെ സമീപിച്ച് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ റാഷ്ഫോർഡിന് ബാർസ മതിയെന്ന് നിൽക്കുകയാണ്. ബാർസലോണ പറഞ്ഞു നോ, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, ഞങ്ങൾക്ക് ഇപ്പം ഫൈനാൻഷ്യലി വേജ് ഗ്യാപ്പ് ഒന്നുമില്ല, സോ ഫണ്ട്സ് വരേണ്ട ആവശ്യമുണ്ട്, അതെല്ലാം ഇപ്പം ബ്ലോക്ക്ഡാണ്. സോ ഞങ്ങളിപ്പോൾ പെഡ്രി, ഗ്യാവി എക്സ്റ്റൻഷനിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് കേട്ടു. അത് രണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി എമാലിൻ്റെ കാര്യത്തിലോട്ട് നീങ്ങുവാണ്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബാർസലോണയ്ക്ക് ഫണ്ട്സ് റേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് റാഷ്ഫോർഡിനെ കൊണ്ടുവരാനായിട്ട്. സോ ഈ ഡീൽ നടക്കുവാണെങ്കിൽ 24 മില്യൺ ബാർസലോണയ്ക്ക് കിട്ടും. സോ ബാർസലോണ ചിലപ്പോൾ തിരിച്ച് റാഷ്ഫോർഡ് ഡീലിലോട്ട് ഡെഡ് ലൈൻ ഡേയിൽ ഈ ഒരു ഡീൽ നടക്കുവാണെങ്കിൽ എൻ്റർ അയക്കാമെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ കേൾക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റാഷ്ഫോർഡിന് വേണ്ടി സീരിയസ്ലി ആസ്റ്റൺ വില്ല നീക്കങ്ങൾ തുടങ്ങിയതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. ആസ്റ്റൺ വില്ലയുടെ ഉനയ് എമറി നമുക്കറിയാം ധാരാളം ട്രാൻസ്ഫേഴ്സിൽ അവർ ഇൻട്രസ്റ്റഡ് ആണ്. നമ്മുടെ ജോവ് ഫെലിക്സിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് മത്തിയസ് കുൻഹേൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് ആസ്റ്റൺ വില്ലയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ ഇപ്പം കേൾക്കുന്നത് എന്നാന്ന് വെച്ചാൽ റാഷ്ഫോർഡ് ഡീൽ പുള്ളി ചെയ്യാനായിട്ട് ആസ്റ്റൺ വില്ല നോക്കുമെന്നും ഒരു പ്രൊപ്പോസലുമായിട്ട് യുണൈറ്റഡിനെ സമീപിച്ചേക്കാമെന്ന് കേൾക്കുന്നു. ബട്ട് റാഷ്ഫോർഡ് പ്രിഫേഴ്സ് മൂവ് ടു ബാർസലോണ എന്നാണ് കേൾക്കുന്നത്. ഈ നിക്കോ ഗോൺസാലസ് ഡീൽ നടന്ന ഐ ക്യാൻ സി ബാർസലോണ ആ ഡീലിന് വേണ്ടി പുള്ളി ചെയ്യാനായിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. ഇപ്പം നിക്കോ ഗോൺസാലസിന് 24 മില്യൺ നമുക്ക് കിട്ടിയാൽ ഷുഡ് ബി ഇൻവെസ്റ്റ് 10 മില്യനായാലും നമുക്ക് 6 മാസത്തേക്ക് മുടക്കേണ്ടി വരും. ഇവരെ കൊണ്ടുവരാൻ സാലറീസും ലോൺ ഫീസും ഒക്കെ ആയിട്ട്. ഷുഡ് ബാർസലോണ ഇൻവെസ്റ്റ് ആ 10 മില്യൺ ഓൺ റാഷ്ഫോർഡ്? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാൻ? അറ്റ്ലീസ്റ്റ് 8 മില്യനായാലും മുടക്കേണ്ടി വരും. സോ അവിടെ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ടമോറയ്ക്ക് വേണ്ടി 25 മില്യൺ യൂറോസ് പ്ലസ് 5 മില്യൺ യൂറോസ് ആഡ് ഓൺസിന്റെ ഒരു പ്രൊപ്പോസൽ ടോട്ടനാം വിട്ടു. AC മിലാൻ അത് അക്സെപ്റ്റ് ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. ടമോറി ഇതുവരെ ടോട്ടനാമുമായിട്ട് ഡീൽ അഗ്രി ചെയ്തിട്ടില്ല. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ആ ഡീൽ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അതുപോലെ തന്നെയാണ് നാപ്പോളി സെയിൻറ്റ് മാക്സിമൻ ഡീൽ എൻ്റർ ആവുന്നു എന്നുള്ള രീതി വാർത്തകൾ കേൾക്കുന്നുണ്ട്. കാര്യങ്ങൾ സീരിയസ്ലി പ്രോഗ്രസ് ചെയ്യുകയാണ്. സോ നമുക്കറിയാം സെയിൻറ്റ് മാക്സിം അൽ അഹ്ലിയിലോട്ട് ന്യൂകാസിലിൽ നിന്ന് പോയിരുന്നു. അൽ അഹ്ലിയിൽ നിന്ന് ഫെനബാച്ചയിലോട്ട് ഇപ്പം ലോണിന് വിട്ടിരുന്നു. സോ ആളവിടെ സൗദിയിൽ കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നില്ല എന്ന് കേട്ടിരുന്നു. സോ ഇപ്പം സംഭവം നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അൽ അഹ്ലിനെ സമീപിച്ചിട്ടുണ്ട് നാപ്പോളി. സോ ഇപ്പം ഫെനബാച്ചയായിട്ടുള്ള ലോൺ ഡീൽ ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം നാപ്പോളിയിലോട്ട് നീങ്ങുന്നതിനെ കുറിച്ച് ഇപ്പം നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ AC മിലാൻ ആണെങ്കിൽ ജോവ് ഫെലിക്സിനെ ലോൺ എത്തിക്കാനായിട്ട് നീക്കങ്ങൾ ആരംഭിച്ചു. താരമായിട്ട് പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്തു. ഈവൻ ചെൽസിയായിട്ടും ടേംസ് അഗ്രി ചെയ്തു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേൾക്കുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഡീൽ പുള്ളിയോ ഇല്ലയോ എന്നുള്ള. ബട്ട് സീരിയസ് അപ്ഡേറ്റ്സ് വന്നിട്ടില്ല, നമുക്ക് നോക്കാം. കാരണം ഗ്യാരറ്റസറെ ഹിയർ വീഗോ വന്നിട്ടുണ്ട് അൽവാറോ മൊറാട്ടയുടെ കാര്യത്തിൽ. സോ അവർക്കൊരു റീപ്ലേസ്മെന്റ് വേണം. സാന്റിയാഗോ ഗിമിനസ് ആണ് അവരുടെ പ്രിഫേർഡ് ചോയ്സ്. അതുപോലെ തന്നെയാണ് ജോവ് ഫെലിക്സിന്റെ വാർത്തയും കേൾക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ അൽ അഹ്ലി പോർട്ടോയിൽ നിന്നും ഗലേനോനെ 50 മില്യൺ യൂറോസിന്, ബ്രസീലിയൻ വിങ്ങറായ ഗലേനോനെ 50 മില്യൺ യൂറോസിന് സൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഡൺ. അതുപോലെ തന്നെയാണ് അടുത്ത അപ്ഡേറ്റ്സിലോട്ട് കിടക്കാനായിട്ടാണെങ്കിൽ സെർജിയോ റാമോസ് മോൺടെറേ എന്ന് പറയുന്ന മെക്സിക്കൻ സൈഡുമായിട്ട് ടോക്സ് തുടങ്ങിയതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡേവിഡ് ഓൺസ്റ്റീനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആസ് പെർ ദ റിപ്പോർട്ട് ഫോർമൽ പ്രൊപ്പോസലോ ഒന്നും വിട്ടിട്ടില്ല, പക്ഷേ കാര്യങ്ങൾ സീരിയസ്ലി പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ഒരു പ്രൊപ്പോസൽ വരുമെന്നും കേൾക്കുന്നുണ്ട്. സോ സെർജിയോ റാമോസ് മൈറ്റ് ബി ബാക്ക്. അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ അൽ നാസർ മത്തയോ കോവസിച്ചിന് വേണ്ടി ഒരു പ്രൊപ്പോസൽ റെഡിയാക്കുന്നതായിട്ട് സൺ ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ കസമീറോ ഡീൽ പോയി.
അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണ് അവർ ടാർഗറ്റ് ചെയ്ത വേറെ 1-2 മിറ്റോമാനെ നോക്കി കിട്ടിയില്ല. ബട്ട് അവർക്ക് മിഡ്ഫീൽഡിലോട്ട് ഒരു അഡീഷൻ വേണം. സോ അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ഫൊഫാന അല്ല പുള്ളി അങ്ങാണ്ട് പോയിരുന്നു, തിരിച്ച് ഫ്രഞ്ച് ലീഗിലോട്ട് തന്നെ വന്നിരുന്നു. സോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് മിഡ്ഫീൽഡ് ഒരു അഡീഷൻ വേണം. കസമീറോ ഇപ്പം സൗദിയിലോട്ട് നീങ്ങാൻ പ്ലാൻ ഇല്ലാന്ന് കേൾക്കുന്നു. സോ മൊത്തയോ കോവസിച്ചിന് വേണ്ടി വിൻഡോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബിഡ് വന്നേക്കാം. സോ സിറ്റി അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണ് FC കോമോ ഒരു 1.5 എന്താ പറയുക ഒരു പ്രപ്പോസൽ വിട്ടിരുന്നു. മറ്റൊന്നുമല്ല, തിയോ ഹെർണാണ്ടസിനെ AC മിലാനിൽ നിന്ന് എത്തിക്കാനായിട്ട് 40 മില്യൺ യൂറോസിന്റെ ഒരു ബിഡ് വിട്ടിരുന്നു. അത് AC മിലാനെ റിജക്ട് ചെയ്തു, തിയോ ഹെർണാണ്ടസും റിജക്ട് ചെയ്തു. അത് ഒരു 1.5 ആയിരുന്നു. 40 മില്യൺ ഫോർ തിയോ ഹെർണാണ്ടസ്. കമോൺ കോമോ, എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? അതുപോലെ തന്നെ കെവിൻ ഡാൻസോ ആസ്റ്റൺ വില്ലയായിട്ട് ഓൾമോസ്റ്റ് ഡീൽ അഗ്രി ചെയ്ത് എല്ലാം ഡണ്ണാവുന്നതിന്റെ വക്കിലാണെന്ന് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ RC ലെൻസിന്റെ 26 വയസ്സുകാരനായി സെന്റർ ബാക്കിന് വേണ്ടി യുവന്റസ് ഇൻട്രസ്റ്റഡ് ആയിരുന്നു, നാപ്പോളിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, കൂടാതെ ചെൽസി ലിങ്ക്സ് ഒരു സമയത്ത് കണ്ടിരുന്നു. ബട്ട് അത് സീരിയസ് ആയിരുന്നില്ല. ബട്ട് യുവന്റസ് വേറെ റിയലി സീരിയസ്. പക്ഷേ അവസാന നിമിഷം ആ ഡീല് ബ്രേക്ക് ആയി. സോ ഇപ്പം കെവിൻ ഡാൻസോ ആസ്റ്റൺ വില്ലയിലോട്ട് അടുക്കുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. സോ ഇതൊക്കെയാണ് ഓവറോൾ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ആയിട്ട് പറയാനായിട്ടുള്ളത്. സോ കുറേ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഐ തിങ്ക് ഈ വർഷത്തെ ഡെഡ് ലൈൻ്റെ ഭയങ്കര ഫയറി ആയിരിക്കും. മൺഡേ ആണ് ഡെഡ് ലൈൻ്റെ, ഇന്ത്യൻ സമയം പറയുമ്പോൾ ട്യൂസ്ഡേ വെളുപ്പിന് വരും. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. സോ നിങ്ങൾക്ക് ഈ വരുന്ന 2-3 ദിവസങ്ങളിൽ എന്തെങ്കിലും അത്ഭുതകരമായ സംഭവങ്ങൾ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് പറയാം. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഗർനാച്ചോ ടോട്ടനാം പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യും. ടോട്ടനാം സീരിയസ്ലി എൻ്റർ ആയി പ്രപ്പോസൽ വിട്ടെന്നല്ല, ബട്ട് ടോട്ടനാം ഇന്റേണലി ഡിസ്കഷൻ തുടങ്ങിയതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.